പകൽ വാർത്ത തുടരുകയാണ്. വയനാട് മാനന്തവാടിയിൽ ഇന്ന് ഭീതി പരത്തിയ ആന ബേലൂർ മഗ്ന ഒരാളെ കൊലപ്പെടുത്തിയ ആന നാട്ടിലേക്ക് വന്ന വഴിയും കഴിഞ്ഞ ദിവസം തണ്ണീർക്കൊമ്പൻ എന്ന ആന നാട്ടിലിറങ്ങിയ വഴിയും ഒരേപോലെ തന്നെയാണ്. ഈ രണ്ട് ആനകളെയും കർണാടക വനംവകുപ്പ് പിടികൂടിയതായിരുന്നു. മുമ്പ് കർണാടക പിടികൂടിയ ദൃശ്യങ്ങൾ തണ്ണീർക്കൊമ്പിന്റെ കാര്യത്തിൽ കിട്ടിയതാണ്. അതുപോലെ തന്നെ ബേലൂർ മഗ്നയെ പിടികൂടിയ ദൃശ്യങ്ങളും കിട്ടുന്നുണ്ട്. നവംബർ 30 ഹാസനിൽ നിന്ന് തന്നെയാണ് ബേലൂർ മഗ്നയെ പിടികൂടിയത്. ആനയെ പിടികൂടിയ ദൃശ്യങ്ങൾ കാണാം. കർണാടക വനംവകുപ്പ് നവംബർ 30 ബേലൂർ മഗ്നയെ പിടികൂടിയത്. ഹാസനിൽ നിന്നായിരുന്നു പിടികൂടിയത്. കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയാണ് അന്ന് ബേലൂർ മഗ്നയെ പിടികൂടിയത്. എന്നിട്ട് ബന്ദിപ്പൂരിൽ കാട്ടിലേക്ക് കൊണ്ടുവിടുകയായിരുന്നു. അവിടെ നിന്നാണ് മാനന്തവാടിയിലേക്ക് ആന വരികയും ഇന്ന് രാവിലെ അജി എന്നയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതും. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഏതാണ്ട് ഈ തണ്ണീർക്കൊമ്പൻ വന്ന അതേ വഴികളിലൂടെ തന്നെയാണല്ലോ ബേലൂർ മഗ്നയും മാനന്തവാടിയിൽ നാട്ടിലിറങ്ങുകയും ഇപ്പോൾ ഒരാളെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ബേലൂർ മഗ്നയെ അന്ന് കൂട്ടിലാക്കിയത് അതിന് കാരണം എന്തായിരുന്നു? അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയ ആനയായിരുന്നോ ഈ ബേലൂർ മഗ്ന? മഞ്ജുശ്രീ, അതായത് ഈ തണ്ണീർക്കൊമ്പനൊപ്പം ബേലൂർ മഗ്നയെ വന്ന വനംവകുപ്പ് പിടികൂടിയിരുന്നു. അതായത് കാപ്പിത്തോട്ടങ്ങളിലും സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് കൃഷിയിടങ്ങളിലും ഒക്കെ തന്നെ വ്യാപക കൃഷിനാശം സംഭവിക്കുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ ശല്യക്കാരനായിരുന്നു ഈ രണ്ടാനകളും. അതേ തുടർന്നായിരുന്നു വലിയ രീതിയിൽ കർഷകരുടെ ഒരു ആവശ്യപ്രകാരം കർണാടക വനംവകുപ്പ് ഈ രണ്ടാനകളെയും പിടികൂടാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. ബേലൂരിൽ വെച്ചാണ് ഈ ആനയെ പിടികൂടിയത് കൊണ്ടാണ് ബേലൂർ മഗ്ന എന്ന പേര് ഈ ആനയ്ക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. മഗ്ന എന്നാൽ മോഴ എന്നാണ് മലയാളത്തിൽ അർത്ഥം വെക്കുന്നത്. മോഴയാളയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ബേലൂർ മഗ്ന. നമുക്കറിയാം, മുൻകാലങ്ങളിൽ വയനാട്ടിൽ നിന്ന് പിടികൂടിയിട്ടുള്ള PM2 പോലെയുള്ള ആ പേര്, അതായത് പന്തല്ലൂർ മഗ്ന എന്നായിരുന്നു അതിൻ്റെ പേര്. എങ്കിൽ ഇതിന് ബേലൂർ വെച്ച് പിടികൂടിയത് കൊണ്ടാണ് ബേലൂർ മഗ്ന എന്ന പേര് നൽകുകയും ചെയ്തത്. ഈ തണ്ണീർക്കൊമ്പനെ പിടികൂടിയ ആ പ്രദേശത്തിന് സമീപം വെച്ച് തന്നെയാണ് ഈ ബേലൂർ മഗ്നയും പിടികൂടുകയും ചെയ്തത്. വലിയ ശല്യക്കാരനായിരുന്നു. കാപ്പിത്തോട്ടങ്ങളിലും ഒപ്പം തന്നെ മറ്റ് കൃഷിയിടങ്ങളിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ പൊതുവായ ശല്യമായിരുന്നു. തുടർന്ന് കർഷകർ നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കർണാടക സർക്കാർ ഇതിനെ പിടികൂടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത്. അതിനുശേഷം അതിനെ തുടർന്ന് പിടികൂടിയതിനു ശേഷം ഈ കേരള അതിർത്തിയിലേക്ക് ആ ഭാഗത്തേക്ക് തുറന്നു വിടുകയായിരിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ രണ്ട് ആനകളെയും റേഡിയോ കോളർ ഘടിപ്പിച്ചതിന് ശേഷമായിരുന്നു തുറന്നു വിടുകയും ചെയ്ത്. നിരന്തരം നിരീക്ഷണം കർണാടക വനംവകുപ്പിനായിരുന്നു എങ്കിൽ പോലും തന്നെ വനാതിർത്തി വിട്ടു പോകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അറിയിക്കേണ്ട ഒരു ചുമതല കർണാടക സർക്കാരിനുണ്ട്. അത് കൃത്യമായി അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കേരള വനംവകുപ്പ് പറയുന്നത് 4 ദിവസം മുമ്പ് ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നാണ് കേരള വനംവകുപ്പ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം നമുക്കിനി അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ 4 ദിവസം മുമ്പ് ഉത്തരമേഖല CCF കെ ദീപ പറഞ്ഞതനുസരിച്ച് 4 ദിവസം മുമ്പ് കൃത്യമായ വിവരം നൽകിയിരുന്നു. ഏകദേശം കേരള അതിർത്തിയോട് കൂടി, അതായത് ഈ തണ്ണീർക്കൊമ്പൻ കടന്നു വന്ന ആ മേഖലയിൽ ആന തമ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ, അത്തരത്തിലുള്ളൊരു കാര്യം അന്ന് ഈ CCF വ്യക്തമാക്കുകയും ചെയ്തതാണ്. മാധ്യമപ്രവർത്തകർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇക്കാര്യം വനംവകുപ്പിനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നും കെ ദീപ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവിടുത്തെ കുങ്കിയാനകളെ ഉപയോഗിച്ച്, ഏകദേശം 3 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടാണ്
ഈ തണ്ണീർക്കൊമ്പനെയും ഒപ്പം തന്നെ ഈ ബേലൂർ മഗ്നയെയും പിടികൂടുന്നത്. അതിനുശേഷം വലിയ പരിശ്രമത്തിന് ഒടുവിലായിരുന്നു ഈ ആനകളെ രണ്ടുപേരെയും വനാതിർത്തിയിലേക്ക് തുറന്നുവിടുകയും ചെയ്ത്. പിന്നീട് വനാതിർത്തി കടന്ന് ഒരുപക്ഷെ കേരള അതിർത്തിയിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട് അതിർത്തിയിലേക്കോ ഈ ആനകൾ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റേഡിയോ കോളർ പിടിപ്പിക്കുകയും അതിന്റെ സിഗ്നൽ സംവിധാനം കൃത്യമായി പരിശോധിക്കുന്നതിന്റെ ചുമതല കർണാടക വനം വകുപ്പിന് തന്നെ നൽകുകയും ചെയ്തു. അത് കൃത്യമായി അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും വലിയ തർക്കമായി മാറിയിരിക്കുകയാണ്. തണ്ണീർക്കൊമ്പനെ പിടിച്ച അതേ സമയത്ത് തന്നെയാണ് ബേലൂർ മഗ്നയെയും പിടികൂടിയത്. അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊരു ആനയെ കൂടി പിടികൂടി തുറന്നു വിട്ടിട്ടുണ്ട് വനത്തിലേക്ക് എന്ന്. പക്ഷേ എന്നാലും തണ്ണീർക്കൊമ്പൻ വന്ന സമയത്തും ഈ ആന ബേലൂർ മഗ്ന വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരിക്കാം. ഇപ്പോഴും വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഈ ആക്രമണം നടത്തുമ്പോഴും വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ സിഗ്നൽ കിട്ടുന്നതിൽ കർണാടക വനം വകുപ്പ് സഹായിച്ചില്ല എന്നാണ് കേരള വനം വകുപ്പ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഇങ്ങനെയൊരു മരണം സംഭവിച്ചതിന് ശേഷമാണ് കേരള വനം വകുപ്പ് ഇങ്ങനെയൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ അതിനുള്ള മറുപടി കർണാടക വനം വകുപ്പാണ് നൽകേണ്ടത്. എന്തായാലും അതിക്രൂരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വയനാട്ടിൽ. ബേലൂർ മഗ്ന എന്ന ഈ ആനയാണ് ഇങ്ങനെ ഒരു അക്രമം നടത്തിയത്. ബേലൂർ മഗ്നയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്.